അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ നാൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു, എൻ്റെ കൊച്ചാപ്പാടെ വീട്ടിൽ പോവാട്ടോ. അവർ താമസിക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. പക്ഷേ എറണാകുളത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന അരൂര് ഉണ്ടല്ലോ, അരൂര് ഭാഗത്ത് വടുതലയിലാണ് താമസിക്കുന്നത്. കുറേ നാളായി നമ്മൾ കാണാറൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഫങ്ഷനൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ വീട്ടിൽ പോയിട്ട് കുറേ നാളായി. അപ്പോൾ കൊച്ചാക്കിപ്പോൾ സുഖമില്ലാന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ഒന്ന് പോവാന്ന് വെച്ച് പോയതാണ്. അവധിയാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അത് കാരണം ഒന്ന് പോയതാണ്. പോയിട്ട് നമുക്കൊക്കെ വലിയ സന്തോഷമായിട്ടോ. പിള്ളേർക്കും ഒരു കണക്കിന് ഒരുപാട് പേര് എന്നോട് പരാതി പറയുന്ന കാര്യമാണ്, കുട്ടികളെ എല്ലായിടത്തും കൊണ്ടുപോകണം, എല്ലാ സ്വന്തക്കാരെ വീട്ടിലും കൊണ്ടുപോകണം, എല്ലാവരെയും അറിയണം. ഇനി വരുന്ന തലമുറയാണല്ലോ, അവർക്ക് എല്ലാവരോടും അടുപ്പം വേണം എന്നൊക്കെ പറയും. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, സാഹചര്യം ഒരുങ്ങാണ്ടാണ്. കുട്ടികൾക്ക് ലീവുള്ളപ്പോൾ വാപ്പാക്ക് ലീവ് ഉണ്ടാവില്ല, വാപ്പാക്ക് ലീവ് ഉള്ളപ്പോൾ കുട്ടികൾക്ക് ലീവ് ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ആർക്കെങ്കിലും അസുഖം ഉണ്ടാവും കുട്ടികൾക്കല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ. അതല്ലാതെ നമുക്ക് ആർക്കാ പോകാൻ താല്പര്യമില്ലാത്ത, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ യാത്ര ചെയ്യണം എന്നല്ലേ, യാത്ര ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും, പിന്നെ യാത്ര നരകത്തിൽ നിന്നുള്ള ഒരു കുണ്ടാണെന്നോ അങ്ങനെ എങ്ങാണ്ടും ഉണ്ട് കേട്ടോ. അതായത് യാത്രയുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അറിയണം. കാരണം യാത്ര പുറമേ കാണുമ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ വലിയ സുഖമുള്ള ഏർപ്പാടാണെങ്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. ഈ കാണുന്നത് ക്രൗൺ പ്ലാസ ആട്ടോ, എറണാകുളത്താണോ? എറണാകുളത്താണ്. അപ്പോൾ ഈ പിള്ളേർക്ക് ആണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനെ കുറേ നേരം ഇരിക്കണം കൊണ്ടിട്ടേ ഭയങ്കര പൊരുവരുപ്പാണ് കുട്ടികൾക്ക്. പക്ഷേ അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ യാത്ര ചെയ്യാനായിട്ട്. അതൊക്കെ തന്നെയാണ് ഒരു കാര്യം. പിന്നെ ഇപ്പോൾ കുറച്ചെങ്കിലും മുതിർന്നില്ല, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കലാണ് ഇവന്മാരുടെ മെയിൻ. ഈ വലതുവശത്ത് കാണുന്ന പള്ളി യൂസഫ് അലി പണിത് കൊടുത്ത പള്ളി കേട്ടോ. ഇതൊക്കെ കുറേ എന്തൊക്കെയാണ് ഞാൻ അന്നേരം പിടിച്ചു വെച്ചായിരുന്നു, പക്ഷേ ഇപ്പോൾ പേര് കിട്ടുന്നില്ല പറയാനായിട്ട്. പിന്നെ ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലം ഈ അരൂരാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഈ വീഡിയോയിലുണ്ട്. ഇത് എൻ്റെ ചെറുപ്പം മുതലേ കാണുന്ന ട്രോളാണ്. അന്നും ഇന്നൊക്കെ ഇതുണ്ട് ട്രോള്. അപ്പോൾ കൊച്ചാടെ വീട്ടിൽ, കൊച്ചാടെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാട്ടോ. ഞങ്ങളുടെയൊക്കെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചു പോയതുകൊണ്ട് ഞങ്ങൾ കൊച്ചാന്നാണ് വിളിക്കുന്നത്, കൊച്ചാപ്പാന്ന് തീർത്ത് വിളിക്കില്ല. അതുപോലെ തിരിച്ച് ഞങ്ങളെ മോളേന്നാണ് വിളിക്കാറുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്ഥലത്തിറങ്ങി വെള്ളം കുടിക്കുമെന്ന്. ഈ വെള്ളം നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യം പറയാലോ, കുറേ നാളായി നമ്മൾ സർബത്ത് കുടിക്കുമ്പോൾ കൊച്ച ഉള്ളീന്ന് തട്ടിപ്പറയും കേട്ടോ നല്ലതാണ്. കാരണം കുറേ എവിടെ പോയി സർബത്ത് കുടിച്ചാലും ഒന്നില്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തണുപ്പുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കുറവ്. മാഷാ അല്ലാ, കുറേ നാളെത്തിയിട്ട് ഞാൻ മനസ്സറിഞ്ഞ് കുടിച്ച സർബത്താട്ടോ. മധുരവും പുളിയും എല്ലാം ഉള്ള സംഭവം. ഒരു കുഞ്ഞ് ഷീറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ടുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയൊക്കെ തന്നെ ഉള്ളതാണ് കേട്ടോ നല്ലത്. വലിയ വലിയ ഹോട്ടലിൽ കയറിയിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റേതായ ജാടയുണ്ടെന്നല്ലാണ്ട് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായി അവിടെ വെള്ളം കുടിച്ചപ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. ഇവിടങ്ങളിലൊക്കെ ഈ മതിൽ പണിയണേക്കാളും കൂടുതൽ ഷീറ്റ് ഇട്ടിങ്ങനെ കെട്ടുക കേട്ടോ. അപ്പോൾ തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേകതയാണ് ആ ഭാഗം എത്തി എന്നുള്ളത്. ഇപ്പോൾ എത്താറായിട്ടോ. ഈ വരുന്നത് കൊച്ചാപ്പാടെ മോളാട്ടോ. പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല, ചിന്തിക്കണ പോലുമില്ല നമ്മൾ അവിടെ വരുമെന്നേ. അപ്പം നല്ല സൽക്കാരമൊക്കെ ആയിരുന്നു കേട്ടോ. ഇത്രയും നാളെത്തി വന്നതല്ലേ. അപ്പോൾ അവൾ പണിയണ വീടാണത്. അവിടെ ആ വീട്ടിലൊക്കെ ഒന്ന് പോയി അവളുടെ വീടൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവളിപ്പോൾ താമസിക്കുന്ന വീട്ടിലൊന്ന് പോയി. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള പൂച്ച, നമ്മൾ സ്നോബിൽ എന്നൊക്കെ പറയില്ലേ കുട്ടികളെ കൊച്ചി ടി വിയിലുണ്ടായ അതുപോലത്തെ ഒരു പൂച്ച അവിടെ കണ്ടു കേട്ടോ. അതും ഞാനൊന്ന് പിടിച്ചു എന്നുള്ളൂ. നമ്മളപ്പോൾ വന്ന വഴിക്ക് പൊട്ടുവെള്ളരി ജ്യൂസ്, ഫാഷൻ ഫ്രൂട്ട് ഇതൊക്കെ കുടിച്ചു കേട്ടോ. ഇൻഷാ അല്ലാ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. വീണ്ടും കാണാം.